ആലപ്പുഴയിൽ ഭിക്ഷാടന മാഫിയയിൽ നിന്ന് രക്ഷ തേടി 14-കാരൻ പോലീസിൽ അഭയം തേടി. തൂത്തുകുടിയിൽ നിന്ന് ഇളയച്ചനാണ് കൊണ്ടുവന്നതെന്നും അനുജൻ കൂടെയുണ്ടായിരുന്നുവെന്നും കുട്ടി പോലീസിന് മൊഴി നൽകി. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ഫൈസൽ അസീസ് വിശദാംശങ്ങളുമായി. ഫൈസൽ, ഇതിപ്പോൾ തൂത്തുകുടിയിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന തമിഴ് കുടുംബത്തിൽപ്പെട്ട കുട്ടിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കുട്ടി എന്താണ് പോലീസിലെത്തി പറഞ്ഞത്? പോലീസിന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയാണ് ഇക്കാര്യത്തിൽ? CWC ആണ് കുട്ടിയുടെ മൊഴിയെടുത്തത്. അതായത് തൂത്തുക്കുടിയിൽ നിന്ന് ഇളയച്ചനാണ് കുട്ടിയെ കൊണ്ടുവന്നത്. ഈ തൂത്തുക്കുടിയിലെ തന്നെ CWCയുടെ ഒരു അന്തേവാസിയായിരുന്നു ഈ കുട്ടി. ആ കുട്ടിയും കുട്ടിയുടെ അനുജനെയും 14-കാരനായ കുട്ടിയെയും കുട്ടിയുടെ അനുജനെയുമാണ് ഈ കുട്ടിയുടെ ഇളയച്ചൻ ഹരിപ്പാടേക്ക് എത്തിച്ചത്. ഹരിപ്പാട് ഭിക്ഷാടന ജോലി ചെയ്യിപ്പിക്കുകയായിരുന്നു കുട്ടിയെ കൊണ്ട്. ഇവർക്കൊക്കെ ടാർജറ്റ് ഉണ്ട് എന്ന് തന്നെയാണ് ഈ കുട്ടി പോലീസിന് CWCക്ക് ഗുരുതരമായ ഒരു മൊഴി നൽകിയത്. അതായത് ഇവർ 1000 രൂപയാണ് ടാർജറ്റ്, അതിൽ കുറഞ്ഞാൽ ക്രൂരമായി മർദ്ദിക്കും. അതിനുശേഷം ആ ക്രൂരമായ മർദ്ദനം സഹിക്കവയ്യാതെയാണ് കുട്ടി അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട് പോലീസിൽ അഭയം തേടിയത്. അങ്ങനെ പോലീസ് CWCയുടെ കൗൺസിലിങ്ങിന് ഹാജരാക്കുകയായിരുന്നു. ഹാജരാക്കുന്നതിനിടെയാണ് കുട്ടി ഇത്തരത്തിലുള്ള ഗുരുതരമായ മൊഴി രേഖപ്പെടുത്തിയത്. ഒപ്പം തന്നെ ഗുരുതരമായ മൊഴി പറഞ്ഞത്. ഏതായാലും കുട്ടിയുടെ അനുജനും ഇവരുടെ കൂടെ ഉണ്ട് എന്നാണ് കുട്ടി പറഞ്ഞത്. ആ കുട്ടി ഇപ്പോഴും ഈ ഭിക്ഷാടന മാഫിയയുടെ ഒന്നിച്ച് തന്നെയാണുള്ളത്. എന്നാലും ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ഈ ആലപ്പുഴയിലാണ് സംഭവിച്ചതെങ്കിലും സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ പോലീസ് DGPക്ക് കത്ത് നൽകും, ഉടൻ തന്നെ കത്ത് നൽകും എന്ന് തന്നെയാണ് ബാലാവകാശ കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും കുട്ടിയെ ഇപ്പോൾ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് പാർപ്പിച്ചിട്ടുണ്ട്. സൈഫുദ്ദീൻ. യെസ്, അങ്ങേറ്റം ദുഃഖകരമായൊരു സംഭവമാണ്. ഇത്തരത്തിലുള്ള സംഘങ്ങൾ കൂടുതൽ കേരളത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിലുണ്ടോ, പ്രവർത്തിക്കുന്നുണ്ടോ? ഇങ്ങനെ കുട്ടികളെ വിട്ട് ഭിക്ഷ നടത്തുന്ന ഒരു ടാർഗറ്റ് നിശ്ചയിച്ചുകൊണ്ട് ആ ടാർഗറ്റ് നിശ്ചയിക്കാൻ അന്ന് അത് കുട്ടിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന അവസ്ഥയാണ് കുഞ്ഞിനുണ്ടായിരുന്നതെന്നാണ് കുഞ്ഞിപ്പോൾ പോലീസിൽ വന്ന് പരാതി നൽകിയിരിക്കുന്നത്. അങ്ങേറ്റം ദുഃഖകരമായ സംഭവമാണ്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ കേരളത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് പൂർണ്ണമായും ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഇടപെടലുകളിലേക്ക് പോലീസ് കടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഫൈസൽ അസീസാണ് വിശദാംശങ്ങൾ നൽകിയത്.